ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പെൻഷൻ സ്കീമായ UPS യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെ കുറിച്ചുള്ളതാണ്. എന്തൊക്കെയാണ് UPSൻ്റെ നേട്ടങ്ങളെന്നും എന്തൊക്കെയാണ് UPSൻ്റെ കോട്ടങ്ങളെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 2004 ജനുവരി 1 ശേഷം ജോലിയിൽ പ്രവേശിച്ച ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ആദ്യം സർക്കാർ കൊണ്ടുവന്ന NPS നാഷണൽ പെൻഷൻ സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ NPSൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തതിനാൽ UPS എന്ന ഈ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരികയാണ് ചെയ്തത്. 2004 ശേഷം ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും NPSൽ നിന്നും മാറി UPSലേക്ക് ഓപ്ഷൻ നൽകാൻ കഴിയുന്നതാണ്. ഇനി ഈ UPSലേക്ക് NPSൽ നിന്ന് മാറി UPSലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് UPSലൂടെ നമുക്ക് ഉറപ്പായും ഉള്ള ഒരു പെൻഷൻ, ഉറപ്പായും മീൻസ് 10 വർഷം മാത്രം സർവീസ് ചെയ്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് 10,000 rupees പെൻഷൻ ഷുവറിറ്റി സർക്കാർ നൽകുന്നുണ്ട്. ഇനി 25 വർഷം മിനിമം സർവീസ് 25 വർഷം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പെൻഷൻ പോകുന്ന സമയത്ത് എത്രയാണോ അദ്ദേഹത്തിൻ്റെ ബേസിക് പേ, 50,000 രൂപ ബേസിക് പേ ഉള്ള ഒരാളാണെങ്കിൽ 25,000 രൂപ, അതായത് ബേസിക് പേയുടെ 50% പെൻഷൻ തുകയായി സർക്കാർ ഷുവറിറ്റി നമുക്ക് നൽകുന്നു. പെൻഷൻ പോകുന്ന സമയത്ത് ബേസിക് പേയുടെ പകുതിയും DAയും പിന്നെ മറ്റ് മെഡിക്കൽ ആനുകൂല്യങ്ങളും സർക്കാർ അനുവദിക്കുന്ന പെൻഷനേഴ്സിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ഷുവറായിട്ടും ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഈ UPSൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഇനി UPSൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ, മന്ത്ലി ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കാം. ഓരോ മാസവും പെൻഷന് വേണ്ടി ഒരു എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും ബേസിക് DAയുടെ 10% മാറ്റിവെക്കപ്പെടുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 18.5% ഈ നമ്മുടെ ഓൺ കോൺട്രിബ്യൂഷനോടൊപ്പം ഗവൺമെൻറ് കോൺട്രിബ്യൂഷനായി ആഡ് ചെയ്യപ്പെടുന്നത്. ഇനി നേരത്തെ പറഞ്ഞല്ലോ, 10 വർഷം സർവീസ് ചെയ്ത ഒരു വ്യക്തിക്ക് 10,000 രൂപ മിനിമം പെൻഷൻ കിട്ടും. അതുപോലെ 25 വർഷം സർവീസ് ചെയ്ത ഒരു വ്യക്തിക്ക് പെൻഷൻ പോകുന്ന സമയത്തുള്ള ബേസിക് പേയുടെ 50% പെൻഷനായി കിട്ടും എന്നീ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഈ UPS സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങണമെങ്കിൽ 60 വയസ്സ് വരെ, അതായത് ഡേറ്റ് ഓഫ് സൂപ്പർന്യൂഷൻ വരെ അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 25 വർഷം സർവീസ് ചെയ്യുന്ന ഒരാൾക്ക് 50 വയസ്സാണെങ്കിൽ അദ്ദേഹം 60 വയസ്സ് തികയുന്നത് വരെ, അതായത് വീണ്ടും ഒരു 10 വർഷം കൂടെ പെൻഷൻ കിട്ടിത്തുടങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ 25 വർഷത്തെ മിനിമം സർവീസ് പെൻഷൻ്റെ യോഗ്യതയായിട്ടും 10 വർഷത്തെ സർവീസ് 10,000 രൂപ മിനിമം പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതയായിട്ടും പെൻഷൻ കിട്ടിത്തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രായപരിധി ഡേറ്റ് ഓഫ് സൂപ്പർന്യൂഷൻ, അതായത് ഇന്നത്തെ ഡേറ്റിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ കാലാവധിയായ 60 വയസ്സും ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ പുതിയ പുതിയ സ്കീമുകളിലൂടെ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും UPSനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിലെ പോയിന്റുകൾ. ഇനി 50 വയസ്സിൽ 25 വർഷം സർവീസ് ചെയ്ത് വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങി പെൻഷൻ പോയ ഒരു വ്യക്തി, അദ്ദേഹത്തിന് 60 വയസ്സാകുന്നത് വരെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയ്ക്ക് 55-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെൻഷൻ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് ലഭിക്കുന്നതാണ്. പെൻഷൻ പോകുന്ന സമയത്തുള്ള ബേസിക് പേയുടെ 50% ജീവിച്ചിരിക്കുന്ന പെൻഷനർക്ക് കിട്ടുന്നതെങ്കിൽ
മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ബേസിക് പേയുടെ 60% മിനിമം പെൻഷൻ ഫിക്സ് ചെയ്യപ്പെടുന്നു. അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളായ DA, മെഡിക്കൽ അലവൻസുകൾ, മറ്റ് എല്ലാ അലവൻസുകളും പെൻഷനോടൊപ്പം ആഡ് ചെയ്യപ്പെടുന്നു. ഓൾഡ് പെൻഷൻ സ്കീമിനെ കുറിച്ചും NPSനെ കുറിച്ചും ഉള്ള പ്രത്യേകം വീഡിയോ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്. UPSനെ കുറിച്ചുള്ള സംശയങ്ങളും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെൻഷനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.